Next important section is audit report. An auditor is appointed by the client to verify the accounts of his business and submit to him a report on his findings. ഒരു ക്ലയൻറ്റ് ഒരു ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർ ആ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിൻ്റെ അക്കൗണ്ട്സ് എല്ലാം വെരിഫൈ ചെയ്ത് അതിനുശേഷം അയാളുടെ കണ്ടെത്തലുകൾ ഒരു റിപ്പോർട്ടാക്കി കൊടുക്കണം. ഇറ്റ് പ്രസൻറ്റ്സ് ദ റിസൾട്ട്സ് ഓഫ് ദ എക്സാമിനേഷൻ ഡൺ ബൈ ദി ഓഡിറ്റർ. ഈ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് അദ്ദേഹം നടത്തിയ ആ ഒരു എക്സാമിനേഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെരിഫിക്കേഷൻ്റെ റിസൾട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി ഓഡിറ്റ് പ്രോസസ്സ്. ഓഡിറ്റ് പ്രോസസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ഓഡിറ്റ് ഇൻവോൾവ്സ് കളക്ഷൻ ഓഫ് എവിഡൻസ് എബൌട്ട് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓഡിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഒരു അതിൻ്റെ എവിഡൻസ് കളക്ഷനാണ് നടത്തുന്നത്. ദ എവിഡൻസ് കളക്റ്റഡ് നീഡ് ടു ബി carefully analyzed to enable the auditor to draw suitable conclusions. ഈ എവിഡൻസ് കളക്ട് ചെയ്തത് വളരെ കെയർഫുള്ളായിട്ട് അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ ഓഡിറ്റർക്ക് ഒരു ശരിയായ കൺക്ലൂഷനിൽ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനിൽ എത്താൻ സാധിക്കുകയുള്ളൂ. The conclusion drawn are communicated to the interested parties through the auditor's report. അങ്ങനെ അയാൾ എടുത്ത കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടെത്തലുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട് അനുസരിച്ചാണ്. According to the Companies Act 2013, an auditor is required to make a report to the shareholders of the company on the accounts examined by him and on every balance sheet and a profit and loss account which are prepared by the company during his tenure of office. Such a report is called auditor's report. Companies Act 2013 പറയുന്നത് an auditor is required to make a report to the shareholders of the company. കമ്പനിയുടെ ഷെയർഹോൾഡേഴ്സിനാണ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. എന്താണ് ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത്? ഓൺ ദ അക്കൗണ്ട്സ് എക്സാമിൻഡ് ബൈ ഹിം ആൻഡ് ഓൺ എവറി ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിച്ച് ആർ പ്രിപ്പയർഡ് ബൈ ദി കമ്പനി. അക്കൗണ്ട്സ് അയാൾ എക്സാമിൻ ചെയ്തതും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും പ്രിയാൻഡിലും ആ ഓഡിറ്ററുടെ ടൈം പീരീഡ് അയാളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് ഏത് സമയത്തേക്കാണോ ആ സമയത്തെ ബാലൻസ് ഷീറ്റും പ്രിയാൻഡിലും അതുപോലെ തന്നെ ആ സമയത്തെ അക്കൗണ്ട്സും കമ്പനി പ്രിപ്പയർ ചെയ്തതിനെ ബേസാണ് അയാൾ എക്സാമിൻ ചെയ്യുക അല്ലെങ്കിൽ വെരിഫൈ ചെയ്യേണ്ടത്. അതിനെ ബേസ് ചെയ്തുള്ള റിപ്പോർട്ടാണ് ഈ ഷെയർ ഹോൾഡേഴ്സിന് ഓഡിറ്റർ കൊടുക്കേണ്ടത്. ആ റിപ്പോർട്ടിന് പറയുന്ന പേരാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. Meaning and definition. Audit report is the medium through which an auditor expresses his opinion on the state of affairs of the client's business. ഓഡിറ്റർ അയാളുടെ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് അതിൻ്റെ നിലവാരം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ബാലൻസിൻ്റെ ബിയാൻഡിൻ്റെയും സ്ഥിതി എന്താണ് എന്നുള്ളതിനെ ഉള്ള ഒരു ഒപ്പീനിയൻ ഓഡിറ്ററുടെ അഭിപ്രായം പറയാനായിട്ടുള്ള ഒരു മീഡിയമാണ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. It is a statement submitted by the auditor to his client which contains his opinion relating to the state of affairs of business unit of his client. It is a statement submitted by the auditor to his client which contains his opinion. അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്. സ്റ്റേറ്റ്മെൻ്റ് ഓഡിറ്റർ അയാളുടെ ക്ലയൻറ്റിനാണ് കൊടുക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഹിസ് ഒപ്പീനിയൻസ് റിലേറ്റിംഗ് ടു ദി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി ബിസിനസ് യൂണിറ്റ് ഓഫ് ഹിസ് ക്ലയൻറ്റ്. ആ ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സാണ് അതിനെക്കുറിച്ചുള്ളൊരു ഒപ്പീനിയനാണ് അതിനകത്ത് പറയുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഓഡിറ്റേഴ്സ് findings from the books of accounts and financial statements of the client's business to give clear and concise information to the interested parties. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ക്ലയൻറ്റിൻ്റെ ബിസിനസ്സിൻ്റെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സും അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ നിലവാരം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ക്ലിയർ ആയിട്ടും വളരെ ചുരുക്കിയും പറയുന്ന ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. An auditor is an agent of the shareholders. Shareholders have virtually no knowledge of the material facts about the state of affairs. ഷെയർഹോൾഡേഴ്സിൻ്റെ ഏജൻറ്റ് മാത്രമാണ് ഓഡിറ്റർ എന്ന് പറയുന്നത്. ഷെയർഹോൾഡേഴ്സ് ഹാവ് virtually no knowledge of the material facts about the affairs of the company.
കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊന്നും വലിയ കാര്യമായ അറിവൊന്നും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ഉണ്ടായിരിക്കില്ല. The chief value of the auditor's report lies in its check on the accuracy of the figures presented before him. ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് അയാൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത ആ ഫിഗേഴ്സ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് അത് എത്രമാത്രം ആക്യുറേറ്റ് ആയിട്ടാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് ഓഡിറ്റേഴ്സ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ. The auditor is required to conduct a detailed verification of the books and other records, including the balance sheet and profit and loss account. Auditor is required to conduct a detailed verification of the books and other records, including the balance sheet and profit and loss account. Auditor ബുക്സ് ഓഫ് അക്കൗണ്ട്സും മറ്റ് റെക്കോർഡ്സും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വെരിഫൈ ചെയ്യണം. അതുമാത്രമല്ല ബാലൻസ് ഷീറ്റും ഹാൻഡിലും. On the basis of this, he makes a report to the members of the company. ഇതിൻ്റെ ബേസിൽ അയാളൊരു റിപ്പോർട്ട് തയ്യാറാക്കി കമ്പനിയുടെ മെമ്പേഴ്സിന് കൊടുക്കും. Thus, he acquaints them with true and fair state of affairs of the company. അങ്ങനെ കമ്പനിയുടെ ട്രൂ ആൻഡ് ഫെയർ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ആണോ എന്നുള്ളത് അയാൾ ഉറപ്പുവരുത്തുകയാണ് ചെയ്യുന്നത്. ഹെൻസ് ഓഡിറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ടു ദെയർ ബെനിഫിറ്റ് ആൻഡ് നോട്ട് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഡയറക്ടേഴ്സ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഡയറക്ടേഴ്സിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ല. Lord Justice Dobbs had announced famously remarked that auditor is a watchdog and not a bloodhound. നമ്മൾ നേരത്തെ പഠിച്ച കാര്യമാണ്. ഓഡിറ്റർ ഒരു വാച്ച് ഡോഗ് മാത്രമാണ്, ഒരു ബ്ലഡ് ഹൗണ്ട് അല്ല. പക്ഷേ കമ്പനീസ് ആക്ട് 2013 ഡസ് നോട്ട് സീം ടു എക്കോ ദിസ് തോട്ട്. പക്ഷേ കമ്പനീസ് ആക്ട് 2013 ഈ ഒരു കാഴ്ചപ്പാടിന് അല്ല ഉള്ളത്. The kind of stringent measures prescribed against auditors give the picture that the companies indeed expects that the auditor to be bloodhound in discharging his duties and not merely watchdogs. ആക്ടിൽ ഈ ഓഡിറ്റർക്കെതിരെ എടുക്കുന്ന ഒരു ശക്തമായ നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും കമ്പനീസ് ആക്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓഡിറ്റർ ഒരു ബ്ലഡ് ഹൗണ്ട് തന്നെ ആവണം, അല്ലാതെ ഒരു വാച്ച് ഡോഗ് മാത്രം ആയാൽ പോരാ. നെക്സ്റ്റ്, കണ്ടൻസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്, സാറിന് എപ്പോഴും ചോദിക്കുന്നതുമാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Whether he has obtained all the information and explanations necessary for the performance of his duties. ഓഡിറ്റർക്ക് അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും എക്സ്പ്ലനേഷനും ലഭിച്ചോ. Whether in his opinion proper books of accounts are required by law have been kept by the company. നിയമം പറഞ്ഞിരിക്കുന്ന എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ട്സും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം പറയണം. Whether in his opinion the profit and loss account gives a true and fair view of the profit or loss of the financial year. അയാൾ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്ന ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അത് ശരിയായ രീതിയിലാണോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത്, അതിനെക്കുറിച്ചൊരു ഒപ്പീനിയൻ പറയണം. Whether in his opinion the balance sheet exhibits a true and fair view of the state of affairs of the company. കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ്, അതിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ്സിൻ്റെ ലയബിലിറ്റീസിൻ്റെ സ്റ്റാറ്റസ് അത് ശരിയായ രീതിയിലാണോ ബാലൻസ് ഷീറ്റിൽ പറഞ്ഞിരിക്കുന്നത്, അതിനെക്കുറിച്ചും ഓഡിറ്റർ അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഒപ്പീനിയൻ പറഞ്ഞിരിക്കണം. Whether he has received a report from the branch auditor in respect of branch accounts audited. അതുപോലെ തന്നെ ബ്രാഞ്ച് ഓഡിറ്ററിൽ നിന്ന് ശരിയായ റിപ്പോർട്ട് കിട്ടിയോ. ആ ബ്രാഞ്ച് ഓഡിറ്റർ ഏത് ബ്രാഞ്ചിലേക്കാണോ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആ ബ്രാഞ്ചിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് കമ്പനി ഓഡിറ്റർക്ക് കൊടുത്തിരിക്കണം. അതായത് ഓഡിറ്റർക്ക് കിട്ടിയോ എന്നുള്ള കാര്യം ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കണം. Whether the company's profit and loss account and balance sheet dealt with the report are in agreement with the books of accounts and returns. അതുപോലെ തന്നെ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സുമായിട്ട്
ടാലി ആവുന്നതാണോ മാച്ച് ആവുന്നതാണോ എന്നുള്ള കാര്യവും ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻസ്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിപ്പോർട്ട്. നല്ലൊരു റിപ്പോർട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. To write a good report, a thorough knowledge of the principles and practice of accounting and auditing is essential. ഒരു നല്ലൊരു റിപ്പോർട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെയും ഓഡിറ്റിങ്ങിൻ്റെയും നല്ലൊരു ഒരു പ്രാക്ടിക്കൽ അല്ലെങ്കിൽ നല്ലൊരു നോളജ് ഓഡിറ്റർക്ക് ഉണ്ടായിരിക്കണം. The important characteristics of a report are sincerity of purpose, clarity in thinking, accuracy, simplicity, brevity, coherence in expression. സിൻസിയറിറ്റി ഓഫ് പർപ്പസ്, അയാളെ അപ്പോയിൻറ്റ് ചെയ്തതിന് സിൻസിയറായിട്ട് തന്നെയുള്ള റിപ്പോർട്ടാണ്, വളരെ ആത്മാർത്ഥതയുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന്, ക്ലാരിറ്റി ഇൻ തിങ്കിങ്, വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. ആക്യുറസി, വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണം. സിംപ്ലിസിറ്റി, പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ളതായിരിക്കണം. ബ്രിവിറ്റി, ഏറ്റവും ബ്രീഫായിട്ട് ഒരുപാട് വിശദീകരിച്ച് പറയാതെ കാര്യങ്ങൾ ചുരുക്കി പറയുന്നതായിരിക്കണം. കൊഹറൻസ് ഇൻ എക്സ്പ്രഷൻ, അയാൾ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ ആയിരിക്കണം അതിൽ പറഞ്ഞിരിക്കുന്നത്. Form of audit report. The basic element of a report are briefly stated as follows. Audit reportന്റെ form അതെന്തൊക്കെയാണെന്ന് നോക്കാം. First one, title. A suitable title helps the reader to identify the report and to distinguish it from report issued by others. നല്ലൊരു ടൈറ്റിൽ ആദ്യം കൊടുക്കണം, എങ്കിൽ മാത്രമേ വായിക്കുന്നയാൾക്ക് മറ്റ് റിപ്പോർട്ടിൽ നിന്ന് ഇത് ഓഡിറ്റ് റിപ്പോർട്ടാണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ. Addressing. The report should be appropriately addressed, that is, to the shareholders or government. അത് ആർക്കാണ് അഡ്രസ്സ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് അഡ്രസ്സ് ആർക്കാണോ അഡ്രസ്സിയുടെ കാര്യം പറഞ്ഞിരിക്കണം. അത് ഷെയർ ഹോൾഡേഴ്സ് ആണോ അതോ ഗവൺമെൻറ് ആണോ എന്നുള്ള കാര്യം പറഞ്ഞിരിക്കണം. Then, identification of financial statements. The financial statements can be identified by including the name of the entity and date and period covered by the financial statements. The financial statements can be identified by the name of the entity. Financial statements നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം ആ എൻറ്റിറ്റിയുടെ പേരിൽ നിന്നും, അതുപോലെ തന്നെ ഏത് പീരീഡിലേക്കാണ് അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണ് അത് കൊടുത്തത്, അല്ലെങ്കിൽ ഏത് ഡേറ്റിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഓഡിറ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിൽ ആ കമ്പനിയുടെ പേരുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഏത് പീരീഡിലേക്കാണ് ആ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്നും ഉണ്ടായിരിക്കണം. റെഫറൻസ് ടു ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രാക്ടീസസ്. Such a reference assures the readers that the accounting and auditing standards have been complied with. അതുപോലെ തന്നെ ഓഡിറ്റ് സ്റ്റാൻഡേർഡ്സും പ്രാക്ടീസസും ഒക്കെ റെഫർ ചെയ്തിരിക്കണം. അപ്പം വായിക്കുന്ന ആൾക്ക് ഉറപ്പ് വരുത്താം ഈ പറഞ്ഞിരിക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ട് അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിന് അനുസരിച്ചാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന്. Then, opinion on financial statements. The report should also mention the auditor's opinion on the concerns, operational results and financial position. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അതിൽ നിന്ന് നമുക്ക് കമ്പനിയുടെ ഓപ്പറേഷണൽ റിസൾട്ട്സ്, അതായത് അത് എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ലാഭത്തിലാണോ നഷ്ടത്തിലാണോ, അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അതിനെക്കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ ഓഡിറ്റേഴ്സ് അയാളുടെ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കണം. Signature. The audit report should be signed in the name of the audit firm or personal name of the auditor or both. റിപ്പോർട്ട് സൈൻ ചെയ്തിരിക്കണം, അത് ഓഡിറ്റ് ഫേമിൻ്റെ പേരിലായിരിക്കണം, അതല്ലെങ്കിൽ ഓഡിറ്ററുടെ പേഴ്സണൽ നെയിമിലായിരിക്കും, അതല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്തായാലും കുഴപ്പമില്ല. Address of the auditor. The report should also state the address of the auditor. ആ റിപ്പോർട്ടിനകത്ത് ഓഡിറ്ററുടെ അഡ്രസ്സും ഉണ്ടായിരിക്കണം. ഡേറ്റിംഗ് ഓഫ് ദി റിപ്പോർട്ട്. ദ റിപ്പോർട്ട് ഷുഡ് ബി പ്രോപ്പർലി ഡേറ്റഡ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായ ഡേറ്റ് പറഞ്ഞിരിക്കണം. നെക്സ്റ്റ്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ റിപ്പോർട്ട്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്.
The auditor's report and an auditor's certificates are not one and the same. Auditor's report ഉണ്ട് audit certificate ഉണ്ട് ഇത് രണ്ടും ഒന്ന് തന്നെയല്ല. They are different from each other. Main difference between an auditor's report and auditor's certificate are audit report or audit certificate and the difference ആണ് ഇനി പറയുന്നത്. First one, audit report is merely an expression of the auditor's opinion on the financial statements of a business. Audit report എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇതിൽ ഓഡിറ്ററുടെ ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം മാത്രമേ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് ദ ഡിക്ലറേഷൻ ആസ് ടു ട്രൂത്ത്ഫുൾനെസ് ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബൈ എ പേഴ്സൺ. എന്നാൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, ഡിക്ലറേഷൻ നടത്തുവാണ്. ഒരു വ്യക്തി തന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇൻഫർമേഷൻ അത് ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റിനകത്ത് ചെയ്യുന്നത്. An audit report is based on facts, estimates and assumption. Audit report ഫാക്ട്സും എസ്റ്റിമേറ്റും അല്ലെങ്കിൽ അസംഷൻ്റെ ബേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ശരിയാണ് എന്നുള്ള ഒരു ഒരു വിശ്വാസത്തിന് പുറത്ത് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേഷനാണ്, ഒരു ഏകദേശ കണക്ക് വെച്ചിട്ടൊക്കെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് ബേസ്ഡ് ഓൺലി ഓൺ ഫാക്ട്സ്. കൃത്യമായ വിവരം ഉണ്ടെങ്കിൽ മാത്രമേ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയുള്ളൂ. An audit report is not a guarantee of the absolute correctness and accuracy of the financial statements. Audit report എന്ന് പറയുന്നത് ഒരിക്കലും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കറക്റ്റ്നെസ്സോ ആക്യുറസിക്കോ ഉള്ളൊരു ഗ്യാരണ്ടി ഒന്നും അല്ല ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കറക്റ്റ്നെസ്സിനെയും ആക്യുറസിക്കും ഉള്ള ഒരു ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. ഒരു ഉറപ്പ് കൊടുക്കുക ചെയ്ത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റിന്, മറ്റത് ഉറപ്പില്ലാത്ത കാര്യമാണ്. If an audit report is wrong, the auditor cannot be held responsible as he has given merely his opinion. ഇനി ഓഡിറ്റ് റിപ്പോർട്ട് തെറ്റാണെങ്കിൽ ഓഡിറ്ററെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, കാരണം അയാളൊരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ if a duly signed certificate by an auditor is wrong, the auditor will be responsible. ഇനി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ, അത് ഓഡിറ്റർ കൃത്യമായി സൈൻ ചെയ്തതാണെങ്കിൽ, അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ ഓഡിറ്റർ റെസ്പോൺസിബിൾ ആണ്, മറുപടി പറയേണ്ടി വരും.